ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളൊക്കെ നമ്മുടെ അമ്മമാരുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് നമ്മൾ കൊഞ്ചാറില്ലേ? ആ ഒരു ഫീലിംഗ് ആണ് ഈ കൊന്ത കയ്യിൽ പിടിച്ച് ജപമാല അർപ്പിക്കുമ്പോൾ എനിക്കും വരാറുള്ളത്. ഒരിക്കൽ എൻ്റെ ഒരു സഹോദരി എന്നോട് പറയുകയുണ്ടായി, ആൾക്ക് ലിഗമെൻറ്റിയർ ആണ്, മുട്ട് നല്ല വേദനയുണ്ട് എന്ന്. പ്രാർത്ഥനയിൽ ഈ കാര്യം ഈശോയുമായിട്ട് പങ്കുവെച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത, ഈ കീറിപ്പോയതൊക്കെ തുന്നിപ്പിടിപ്പിക്കാൻ ഏറ്റവും മിടുക്കുള്ളത് നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്കാണല്ലോ എന്ന്. കൊന്ത ചൊല്ലി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ ഞാനും പ്രാർത്ഥിച്ചു. അധികം വൈകാതെ തന്നെ അതിൻ്റെ ഓപ്പറേഷനും അതിന് വേണ്ട ചികിത്സകളുമൊക്കെ നന്നായി ചെയ്തു തീർക്കാനും ആ സഹോദരിയുടെ മനസ്സൊരുക്കാനൊക്കെ ആയിട്ട് പരിശുദ്ധ അമ്മ ഇടപെട്ടതായിട്ട് എനിക്ക് തോന്നി. ആ ഒരു സംഭവത്തിലൂടെ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഒരു കുഞ്ഞ് എത്രമാത്രം അതിൻ്റെ അമ്മയോട് അടുത്തിരുന്നൊരു കാര്യം പറയുന്നോ, എത്രമാത്രം ആഗ്രഹത്തോടെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചൊരു കാര്യം പറയുന്നോ, ആ കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കാതിരിക്കില്ല. ഈ ജപമാല എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. അപ്പോൾ നമ്മുടെ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ച് എന്നും ഒരു ജപമാല എങ്കിലും ഭക്തിപൂർവ്വം അർപ്പിക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. നമ്മുടെ കൂടെ നടക്കുന്ന അമ്മയെ ജപമാല ചൊല്ലിക്കൊണ്ട് നമുക്കും സ്നേഹിക്കാം.